കടലും മേത്തരം വഞ്ചികളും ഏറെ പ്രിയങ്കരമാണ് അറബികൾക്ക്. അതിനുവേണ്ടി എത്ര തുക വേണമെങ്കിലും അവർ ചെലവിടും. ഉല്ലാസ നൗകളുടെ നിർമ്മാണവും വിൽപ്പനയും കൂറ്റൻ വ്യവസായമായി മാറിയിരിക്കുകയാണ് ദുബൈയിൽ. അതിൻ്റെ ഏറ്റവും മികച്ച നിദർശനമാണ് ദുബൈ രാജ്യാന്തര ബോട്ട് മേള. ദുബൈ മറീനയിലൊരുക്കിയ 22ാമത് അന്താരാഷ്ട്ര ബോട്ട് ഷോ കടലിന്റെ ചരിത്രത്തിലെ പുതിയ അധ്യായങ്ങളാണ് കുറിച്ചിട്ടത്. 2 പേർക്കിരിക്കാവുന്ന ചെറു സ്പീഡ് ബോട്ടുകൾ മുതൽ കൊട്ടാര സമാനമായ കൂറ്റൻ യാർഡുകൾ വരെ കാഴ്ചക്കാരെ വരവേൽക്കുകയാണ് ഇവിടെ. ബോട്ട് ഷോയിൽ ഈ വർഷം പ്രദർശനത്തിനെത്തിയത് 19 കൂറ്റൻ ജലയാനങ്ങൾ ഉൾപ്പെടെ 430 ആഡംബര നൗകകളാണ്. ഇവയിൽ 42 എണ്ണം ആദ്യമായി നീറ്റിലിറക്കിയവ. ആഡംബര നൗകകളിലെ ജലകന്യകയായ നിർവ തന്നെയാണ് മേളയുടെ മുഖ്യ ആകർഷണം. 85.05 മീറ്ററാണ് ഈ ജലസുന്ദരിയുടെ നീളം. 6 നിലകളുള്ള നിർവയുടെ മുകൾ തട്ടിൽ 2 ഹെലിപാഡുകളുണ്ട്. വിൽപ്പനയ്ക്ക് വച്ചിരിക്കുന്ന ഈ ആഡംബര നൗകയ്ക്ക് ഉടമകൾ ചോദിക്കുന്ന വില 230 ദശലക്ഷം യൂറോ, അതായത് 1955 കോടിയോളം രൂപ. 19.5 നോട്ടിക്കൽ മൈൽ വേഗത്തിൽ സഞ്ചരിക്കാവുന്ന നിർവയിൽ 27 ജീവനക്കാരുണ്ട്. ലോകത്തെ വലിപ്പം കൂടിയ നൗകകളിൽ 39ാം സ്ഥാനമുണ്ട് ഇതിന്. 21 മീറ്ററിലധികം നീളമുള്ള 30 നൗകകൾ 22ാമത് അന്താരാഷ്ട്ര ബോട്ട് ഷോയെ കൂടുതൽ രാജകീയമാക്കി. അൻപതിലധികം രാജ്യങ്ങളിലെ കമ്പനികൾ മേളയിൽ പങ്കെടുക്കാനായി ദുബൈ മറൈൻ ക്ലബിലെ മീന സിഹായിൽ എത്തിയിരുന്നു. 30% അറേബ്യൻ ഗൾഫിൽ നിന്നുള്ളവ തന്നെ. UAE-യിൽ നിന്നുള്ള 16 ബോട്ട് നിർമ്മാതാക്കൾ മത്സര വീര്യത്തോടെയാണ് ബോട്ട് ഷോയിൽ ഓളമിട്ടത്. എക്സ്പോ 2020ക്ക് തയ്യാറെടുക്കുന്ന രാജ്യത്തിന്റെ അഭിമാനം കൂടിയാണിത്. അറബ് പാരമ്പര്യത്തിന്റെ ഭാഗമാണ് കടലും കപ്പലും നൗകകളുമെല്ലാം. അവയോടുള്ള പ്രിയം അവർക്ക് നാൾക്കുനാൾ വർദ്ധിക്കുകയാണെന്ന സൂചനയാണ് മേളയിലെ പങ്കാളിത്തം വ്യക്തമാക്കുന്നത്. കോടികളുടെ ഇടപാടുകൾ ഓളം വെട്ടുന്ന ബോട്ട് ഷോയിലെ മലയാളി സാന്നിധ്യവും ശ്രദ്ധേയമാണ്. കേരളത്തിലെ സാഹചര്യങ്ങളിൽ ഉപയോഗിക്കാവുന്ന ഇറ്റാലിയൻ നിർമ്മിത നൗകയുമായാണ് തൃശൂർ കൊടുങ്ങല്ലൂർ സ്വദേശി ഹുസൈൻ എത്തിയത്. റഷ്യയിൽ നിന്നെത്തിയ സന്ദർശകർക്ക് ചെറുനൗക വല്ലാതെ ഇഷ്ടപ്പെട്ടതോടെ നല്ല വില നൽകി അവരത് സ്വന്തമാക്കി. കമ്പയർ ടു ലാസ്റ്റ് ഇയർ ഈ കൊല്ലം ഭയങ്കര വ്യത്യാസമുണ്ട്. മെഗാ യോട്ട്സും ചെറിയ യോട്ടൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഉദാഹരണത്തിന് ഞങ്ങൾ തന്നെ ഒരു യോട്ട് ഇറക്കിയിട്ടുണ്ട്, റിനാറി എന്ന് പറഞ്ഞിട്ട്. അത് ഇറ്റാലിയൻ ബോട്ടാണ്. അത് ഒരു വലിയ മെഗാ യോട്ടിൻ്റെ ഒരു മിനിച്ചർ മാതിരത്തെ ആണ്. അതിൽ ബെഡ്റൂം, 6 പേർക്ക് താമസിക്കാനുള്ള ബെഡ്റൂം, കിച്ചൺ, ടോയ്ലറ്റ് എല്ലാം ഉണ്ട്. നാല് ദിവസത്തെ ബോട്ട് ഷോ കാണാനെത്തിയവരുടെ എണ്ണം 26,000 കവിയും. ഇതിൽ പകുതിയിലേറെയും ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ്. ദുബൈ ഇത്തവണ ബോട്ട് ഷോയ്ക്ക് നൽകിയ പ്രാധാന്യവും എടുത്തു പറയേണ്ടതാണ്. ബോട്ട് ഷോയോടനുബന്ധിച്ച് ദുബൈ വേൾഡ് ട്രേഡ് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ പ്രദർശനം കാണാനും ഇത്തവണ കൂടുതൽ പേരെത്തി.
അത്യാധുനിക സാങ്കേതിക വിദ്യകളും ജലയാനങ്ങളുമായി ബന്ധപ്പെട്ട് പുത്തൻ പരീക്ഷണങ്ങളുമെല്ലാം പ്രദർശനത്തിൽ ഇടം പിടിച്ചിരുന്നു. നാവിക വ്യവസായ മേഖലയിലെ വളർച്ചയെ കുറിക്കുന്ന സൂചനകളാണ് പ്രദർശനത്തിലെ ഓരോ പവലിയനും നൽകിയത്. രുചിഭേദങ്ങളുടെ ഭക്ഷ്യമേളയും ഉല്ലാസത്തിനും വിനോദത്തിനുമായുള്ള സ്റ്റാളുകളും മേളയ്ക്ക് മാറ്റുകൂട്ടി. അടുത്ത വർഷവും കൂടുതൽ തിളക്കമേറിയ പുതുപരീക്ഷണങ്ങൾ നിറഞ്ഞ ദുബായ് ബോട്ട് ഷോ കാഴ്ചകൾക്കായി കാത്തിരിക്കാം.